ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സ്കൂൾ വിക്കിയിലെ ഇൻഫോ ബോക്സിലെ ഫോട്ടോ, അതായത് സ്കൂളിൻ്റെ ഫോട്ടോ ഇപ്പോൾ ഉണ്ടായിരിക്കാം, പുതിയ നല്ല ഫോട്ടോ വന്നിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് എങ്ങനെ ചേർക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ സ്കൂൾ വിക്കി എടുക്കുക, അതിനകത്ത് പ്രവേശിക്കുക എന്നതിലൂടെ പ്രവേശിക്കുക. നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തതിന് ശേഷം പ്രവേശിക്കുക എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്യാപ്ച ചോദിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ സ്കൂൾ വിക്കിയിൽ ലോഗിൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്ന ഇൻഫോ ബോക്സിലെ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഫയൽ അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ലിങ്ക് നമുക്ക് കാണാം. ആ ഫയൽ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയുള്ളത് പറ്റും, എങ്ങനെയൊക്കെയുള്ളത് പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അതെല്ലാം വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ടത്. അതിനുശേഷം ഏറ്റവും താഴോട്ട് വന്നു കഴിയുമ്പം ക്ലിക്ക് ഹിയർ ആൻഡ് ഗോ ടു അപ്ലോഡ് വിസാർഡ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്ലോഡിൻ്റെ ഒരു ഇൻ്റർഫേസ് നമുക്ക് വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് അപ്ലോഡ് എന്ന് പറയുന്ന ലിങ്കിൻ്റെ താഴെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന മീഡിയ പ്രമാണങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം എവിടെയാണോ ഫോട്ടോ കിടക്കുന്നത് ആ ഫോട്ടോ നമുക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കാവുന്നതാണ്. ഓപ്പൺ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു ഫോട്ടോ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ പേര് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന പോലെ ആയിരിക്കണം. അതായത് ഞാനിപ്പോൾ സ്കൂളിൻ്റെ കോഡും _സ്കൂൾ_ പിക് എന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയും എനിക്ക് സെർച്ച് ചെയ്തെടുക്കാൻ എളുപ്പം ആവും. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താഴെ തുടരുക എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. ആ തുടരുക എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് 2-3 ഓപ്ഷൻ ഉണ്ട്. ഇതെൻ്റെ സ്വന്തം സിസ്റ്റമാണ്, ആർക്കും ഇത് സ്വന്തമായി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദിസ് ഈസ് സംവൺ എൽസ് വർക്ക് ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ ടു ഷെയർ. ഈ 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഏതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് ചിന്തിച്ച് കൊടുക്കുക. സ്വന്തം സിസ്റ്റയാണ് എങ്കിൽ സ്വന്തം സിസ്റ്റം എന്നുള്ളത് തന്നെ കൊടുക്കുക. സ്വന്തം സിസ്റ്റം കൊടുത്തു. അപ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് സബായിട്ട് കുറച്ച് ചോദ്യങ്ങൾ വരും. അതെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം കറക്റ്റായിട്ട് കൊടുക്കുക. ഇപ്പോൾ 3 കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ തുടരുക എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞ് സ്കൂൾ കോഡും ഡിസ്ട്രിക്റ്റും കൊടുക്കുക. അതിനുശേഷം പ്രമാണങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി പ്രമാണങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. ഇപ്പോൾ ഈ ഒരു പിക്ചർ നമ്മുടെ സ്കൂൾ വിക്കിക്കകത്ത് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ ഇൻഫോ ബോക്സിനകത്തോട്ട് ആഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മുടെ സ്കൂൾ കോഡ് കൊടുക്കുക. അപ്പം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് സ്കൂളിൻ്റെ പിക്ചർ മാറ്റാൻ വേണ്ടി നമ്മുടെ സ്കൂളിൻ്റെ പേജിൽ കയറുക. അതിനുശേഷം ഇവിടെ മേളിൽ തിരുത്തുക, അതിന് തൊട്ടപ്പുറത്ത് മൂലരൂപം തിരുത്തുക എന്ന് പറയുന്ന ലിങ്ക് കാണാൻ സാധിക്കും. അപ്പം മൂലരൂപം തിരുത്തുക എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് നേരെ താഴോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്കൂളിൻ്റെ ചിത്രം എന്ന് പറയുന്ന ഒരു ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പഴയ ഒരു ചിത്രത്തിൻ്റെ പേരാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ പിക്ചറിൻ്റെ പേര് എന്താണോ എന്നുള്ളത് ഇവിടെ കൊടുക്കുക. അപ്പോൾ ആ ചിത്രം നമുക്ക് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ചിത്രം കഴിഞ്ഞിട്ടൊരു സമമുണ്ട്. ആ സമം കഴിഞ്ഞിട്ടുള്ള ബാക്കി JPG വരെയുള്ള കാര്യങ്ങൾ നമുക്ക് കളയാവുന്നതാണ്. കളഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ പഴയ പിക്ചർ എടുക്കുക. ആ പിക്ചറിനകത്ത് കൊടുത്തിരിക്കുന്ന പേര്, ഈ പേരിൽ തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ആ ഒരു പേര് നമ്മൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യുക എന്ന് പറയുമ്പോൾ അവസാനം വന്നിരിക്കുന്ന ഡോട്ട് കഴിഞ്ഞിട്ട് എന്താണോ വന്നിരിക്കുന്നത്, JPG ആയിരിക്കാം, PNG ആയിരിക്കാം, അത് ഏതാണോ അത് തന്നെ കൃത്യമായിട്ട് കോപ്പി ചെയ്യുക.
അതിനുശേഷം നമ്മൾ ആ ചിത്രം എന്നുള്ളതിനകത്ത് പേസ്റ്റ് ചെയ്യുക. ഇല്ലേ Ctrl V കൊടുത്താലും പേസ്റ്റ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പുതിയ പിക്ചറിൻ്റെ വന്നിട്ടുണ്ട്. അതിനിപ്പം നമ്മൾ നേരെ താഴോട്ട് പോയി മാറ്റങ്ങൾ സേവ് ചെയ്യുക എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് കാണുക എന്ന് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ ഇപ്പോൾ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാവുന്നതാണ്. കാരണം ഇപ്പോൾ പഴയ പിക്ചറിന് മാറി പുതിയ പിക്ചർ വന്നിരിക്കുകയാണ്. ഇനി അത് നമ്മൾ കൺഫേം ചെയ്തിട്ടില്ല. അത് ഏറ്റവും താഴെ ചെന്നിട്ട് മാറ്റങ്ങൾ സേവ് ചെയ്യുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. താങ്കളുടെ തിരുത്ത് സേവ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ പിക്ചർ ആഡായതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടോ എങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.